ശ്രീ മാത്യു ടി തോമസ്, ഇപ്പോൾ താങ്കളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള വിവരം അറിയുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക? അത് മാത്രവുമല്ല, ഇപ്പോൾ ഒരു MLA ആയ താങ്കളുടെ ഒരു അവസ്ഥ ഇതാണ് എങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം പരാതികൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉയരും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഏതൊക്കെ അർത്ഥത്തിൽ ഈ പരിഷ്കരണങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നല്ലേ കരുതേണ്ടത്? നടപടിക്രമം ഏറ്റവും അശാസ്ത്രീയമാണെന്നുള്ളതിന്റെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. 2002 പട്ടികയിൽ പേരില്ല എന്ന അതിന്റെ 2002 ID കാർഡ് എന്റെ കൈവശിരിക്കുന്നു. ആ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2006 ഞാൻ നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത്. 24 വർഷം MLA ആയിരുന്ന എന്റെ പേര് വോട്ടർ പട്ടിക ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രായപൂർത്തിയായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അത് ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടെ അങ്ങനെയുള്ള ഒരാളുടെ പേര് ചേർക്കാൻ കഴിയുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഈ സംവിധാനത്തിന്റെ ആകെ ഒരു പാകപ്പഴയല്ലേ കാണുന്നത്. ഞാനിപ്പോ EROയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കോപ്പി ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും നടപടി എടുത്തേ പറ്റുള്ളൂ. കാരണം 2002 പട്ടിക അടിസ്ഥാനപ്പെടുത്തി ഞാൻ മത്സരിക്കുകയും ചെയ്തതാണ്. മത്സരിച്ച സ്ഥാനാർത്ഥിയായി ഞാനൊരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ കഴിയുന്നില്ല എന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ കേരളത്തില് അല്ലെ ഇന്ത്യ രാജ്യത്ത് ഈ SIR എന്ന സംവിധാനം എത്രമാത്രം അശാസ്ത്രീയമായിട്ടാണ് നടപ്പിലാക്കുന്നതിന് വേറെ തെളിവ് അന്വേഷിച്ചു പോകേണ്ടതില്ലല്ലോ. ഇനി ഈ കാര്യത്തിൽ എന്ത് പരിഹാരമാണ് ഇതിൽ താങ്കൾ കാണുന്നത്? ഞാനിപ്പോ ഇവർക്ക് പരാതി കൊടുക്കുന്നു. നമ്മുടെ ചീഫ് ഇലക്ടറൽ തിരുവല്ലയിലെ EROയ്ക്ക് പരാതി രേഖാമൂലം കൊടുക്കുന്നു. അവിടെ കൊണ്ട് പരിചിതമാവുന്നില്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കൊടുക്കുന്നതാണ്. പിന്നെ എന്റെ വോട്ട് കിട്ടിയേ പറ്റുള്ളല്ലോ. അതിന് വേണ്ട നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിക്കും. ശ്രീ മാത്യു ടി തോമസ്, അങ്ങൊരു MLAയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഒക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ തരത്തിൽ അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് വരുത്താൻ വേണ്ടി അങ്ങ് പരിശ്രമിക്കും. പക്ഷേ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു പേര് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടാൽ എന്താവും സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലായില്ലേ? അവര് പൊക്കോട്ടെ എന്ന് വെക്കേ ഉള്ളൂ. ആരെ ഇതിന്റെ പുറകെ ഇങ്ങനെ ബുദ്ധിമുട്ടാൻ പോകുന്നത്? അതവിടെ കിടന്നോട്ടെ എന്നല്ലേ വെക്കുള്ളൂ. വളരെ ഗുരുതരമായ വിഷയമല്ലേ? നമ്മൾക്ക് ജനാധിപത്യപരമായി ഒരു രാജ്യത്ത് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു അംഗീകാരം, അതിൽ നിന്ന് നമ്മൾ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. താങ്കൾ എത്രയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്ത ആളാണ്, മത്സരിച്ച ആളാണ്, രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്ക് പോലും ഇതാണ് സാഹചര്യമെങ്കിൽ ഈ നാട്ടിലെ പട്ടിണിക്കാരായ സാധാരണപ്പെട്ട മനുഷ്യർ അവരുടെ പേര് ഇതുപോലെ എത്രയോ എണ്ണം ഒഴിവാക്കിയാലും ആരുണ്ട്? അർഹതപ്പെട്ട ഒട്ടനവധി ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മൾ ഈ പൊതുവെ പ്രസംഗിച്ച് നടന്നത് നമുക്ക് തന്നെ അനുഭവമായി വരുമ്പോഴാണ് തീവ്രത കൂടുതൽ മനസ്സിലാവുക. ഞാനത് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. എനിക്ക് വോട്ട് കിട്ടിയാലല്ലേ മതിയാവുള്ളൂ, ശരിയാവുള്ളൂ. തെരഞ്ഞെടുപ്പിൽ 6 തവണ നിയമസഭയിലേക്ക് 1 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച എനിക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർ അടിസ്ഥാനമായി പറയുന്ന വോട്ടർ ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചതും. വോട്ടില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു. അപ്പോൾ യാതൊരു തരത്തില്ല. ഇപ്പോ 2002 എന്ന് പറഞ്ഞ വെച്ചിരിക്കുന്ന വോട്ടർ പട്ടിക അത് യഥാർത്ഥ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.